പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. പ്രിയമുള്ളവരെ, മാരാനാത്ത യൂട്യൂബ് ചാനലിൻ്റെ ശുശ്രൂഷയിലും കേൾവിക്കാരുമായിട്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഈ പ്രത്യാശഭവനിലെ ആലയത്തിലെ മക്കളും എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമേ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ സാധാരണ ചെയ്തു വരുന്നത് പോലെ ഞായറാഴ്ചയുടെ തലേദിവസം ശനിയാഴ്ച വിശുദ്ധ ആരാധനയ്ക്ക് ഒരുങ്ങി വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വായനകളെക്കുറിച്ച് പഠിക്കുകയും കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമ്മൾ ഒരുങ്ങാറുണ്ടല്ലോ. ഇന്നും നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഒരു വാക്ക് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സ്നേഹത്തിലും അവിടുത്തെ വാത്സല്യത്തിലും ഞങ്ങളായിരിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി വീഴ്ചകളും ഒത്തിരി പ്രലോഭനങ്ങളും ഒത്തിരി പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടും അതൊന്നും അവിടുന്ന് കണക്കെടുക്കാതെ ഞങ്ങളെ ഇതുവരെയും കാത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോടുള്ള പ്രത്യേക സ്നേഹത്താൽ ഞങ്ങളെ കരുതി വഴി നടത്തുന്നതിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിലായിരിക്കുവാൻ നിന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രതികൂല സാഹചര്യങ്ങളിലും പ്രതികൂലമായ കാലാവസ്ഥയിലെല്ലാം ദൈവമേ, അവിടുത്തെ മക്കൾക്ക് കുറവൊന്നുമില്ലാതെ നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനയോടെ വചനം ശ്രവിക്കാം. പെന്തക്കോസ്ത പെരുന്നാളിന് ശേഷം മൂന്നാമത്തെ ഞായറാഴ്ചയാണല്ലോ വരുന്നത്. അതിൻ്റെ സന്ധ്യാവായന തുടങ്ങി നമ്മൾ ധ്യാനിക്കാറുണ്ടല്ലോ. ഇന്ന് ശനിയാഴ്ച സന്ധ്യ ആരംഭിക്കുകയാണല്ലോ. 6 മണിക്ക് സന്ധ്യയോടുകൂടി ഞായറാഴ്ചയുടെ ആരംഭം കുറിക്കുകയാണല്ലോ പ്രിയമുള്ളവർ. അതുകൊണ്ട് ഇന്ന് പിതാക്കന്മാർ ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയോട് ചേർന്നുള്ള വചന വായനയും ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 13 വരെ വാക്യങ്ങളും, നാളത്തെ പ്രഭാതത്തിൽ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ വാക്യങ്ങളും, വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള പഴയ നിയമ വായന ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 25 വരെ വാക്യങ്ങളും, യിരെമ്യാ പ്രവചനം 35-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെ വാക്യങ്ങളും, ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെ വാക്യങ്ങളുമാണ്. ലേഖനങ്ങൾ പൊതുവായിട്ടുള്ളത് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 29 വരെയും, പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 16 വരെ വാക്യങ്ങളും, വിശുദ്ധ കുർബാനയുടെ ഏവൻഗേലിയോൻ വിശുദ്ധ യോഹന്നാൻ 6-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ നമുക്കത് ഓരോന്നായി അല്പസമയം ചിന്തിച്ചു പോകാമെന്ന് വിചാരിക്കുകയാണ്. ഒന്നാമത്തെ വായനയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കണമേ, പരിശുദ്ധാത്മാവെ ഈ ശുശ്രൂഷയെ നയിക്കണമേ. വചനം പ്രസംഗിക്കുന്ന, വചനം പങ്കുവെക്കുന്ന ബലഹീനായ എന്നിൽ യാതൊരു മാനുഷികമായ ആലോചനകളും കയറി വരാതെ, പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങളില്ലാതെ ക്രിസ്തുവിൽ മാത്രം നിൽക്കുവാൻ, ക്രിസ്തു യേശുവിൽ മാത്രം ശുശ്രൂഷിക്കുവാൻ, യേശു ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചത് മാത്രം പറയുവാൻ കൃപ നൽകണമേ. കേൾക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 4 മുതൽ 13 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്. നിങ്ങൾ ബൈബിൾ വായിച്ച് ഗ്രഹിച്ചു കൊള്ളണം. ഞാനതിൻ്റെ ഒരു ചെറിയ വ്യാഖ്യാനമാണ് ഇങ്ങനെ പറയുന്നത്. ഒന്ന്, അതിൽ നിന്ന് കിട്ടുന്ന ചിന്ത 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 13 വരെ വരുമ്പോൾ, സ്വന്തം നാട്ടിലും സ്വജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ പ്രവാചകൻ അപമാനിക്കപ്പെടുന്നില്ല എന്നാണ് ഒന്നാമത്തെ ചിന്ത. പ്രിയമുള്ളവർ, നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ
ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ നമ്മൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി അപമാനിക്കപ്പെടുമെന്ന് പറയുകയാണ്. എങ്കിൽ തന്നെയും ഇതൊന്നും കൂട്ടാക്കാതെ നമ്മൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണമെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ച ധ്യാനത്തിൽ നിന്നുള്ളതാണല്ലോ. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ശിഷ്യന്മാരെ അയക്കുകയാണ് യേശു. ഇപ്പോൾ ശിഷ്യന്മാരെ അയക്കുന്ന 2 പേരായിട്ടാണ്. 72 ശിഷ്യന്മാരെ 2 പേരായി താൻ പോകാനിരിക്കുന്ന പട്ടണങ്ങളിലേക്കൊക്കെ അയക്കുന്ന ഭാഗമാണ്. അപ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ ചിന്ത. ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് പറയുന്നു, ജീവിതത്തെക്കുറിച്ച് യാതൊരു മുൻകരുതലും വേണ്ട. സഞ്ചി എടുക്കണ്ട, അപ്പം എടുക്കണ്ട, വടിയെടുക്കണ്ട. ഇതൊക്കെ യാത്രയ്ക്കുള്ള കരുതലുകളാണ്. കുത്തായ ചെരുവുകളും കുന്നിൻ ചെരുവുകളൊക്കെ ഉള്ളതുകൊണ്ട് വടിയൊക്കെ ഉപയോഗിച്ചാണ് കാൽനട യാത്രകളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അതുപോലും വേണ്ട എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവ് നമുക്ക് രക്ഷകനും നമ്മുടെ കർത്താവ് നമുക്ക് ബലവുമായിട്ടുള്ളതിനാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എവിടെയെങ്കിലും ജനങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ, വചനം കേൾക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കാലിലെ പൊടി തട്ടിക്കളയുവനെന്നാണ് പറയുന്നത്. കാലിലെ പൊടി തട്ടിക്കളയാം. ഇത് യഹൂദന്മാരുടെ ഒരു പാരമ്പര്യമാണ്. യഹൂദന്മാരുടെ യാത്രയിൽ വിജാതിയുടെ ഇടയിലൊക്കെ ആ ഭാഗത്തുകൂടിയൊക്കെ പോകുമ്പോൾ ആ കാലിലെ പൊടി തട്ടിക്കളയുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ആ പ്രദേശത്ത് യാതൊരു അശുദ്ധിയും കാലിൽ പറ്റിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇതൊരു ശാപമല്ല, മറിച്ച് എന്നാൽ ഇത് യേശുക്രിസ്തു പറയുന്നുണ്ട്, ഇത് ന്യായവിധി ദിവസം ഈ പൊടി എഴുന്നേറ്റ് സാക്ഷ്യം പറയുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് യേശുക്രിസ്തു ആണല്ലോ മനുഷ്യവർഗത്തിൻ്റെ ഏകരക്ഷ. അപ്പോൾ ഈ ഏകരക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടും അവരത് ഗവനിക്കാതെ പോകുമ്പോൾ, പ്രത്യേകിച്ച് യഹൂദന്മാർ ഗവനിക്കാതെ പോകുമ്പോൾ അത് അവർക്ക് എന്താ പറയുന്നത്, സാക്ഷ്യത്തിനുള്ള കാര്യമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ന്യായവിധിയിലേക്കുള്ള ഒരു സാക്ഷ്യമാണ് ഈ പൊടി തട്ടിക്കളയുക. അപ്പോൾ നമ്മളെ സ്വീകരിച്ചില്ല എന്നോർത്ത് നമ്മൾ ഒരു കാരണവശാലും വേദനിക്കുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. 2 പേരെ വീതം അയച്ചു എന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. യഹൂദ റബ്ബിമാർ ഇങ്ങനെ അവരുടെ ശിഷ്യന്മാരിങ്ങനെ സഞ്ചരിക്കുന്ന പതിവുണ്ടായിരുന്നു. ക്രിസ്തീയ സുവിശേഷകരുടെ ഇടയിലും ഇതുപോലെ പോകുന്നത് നല്ലതാണെന്നൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെയാണല്ലോ പോകുന്നത്. അവർ പോയി പ്രസംഗിച്ചു. എന്താണ് പ്രസംഗിച്ചത്? അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. മാനസാന്തരപ്പെടണമെന്നും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതൊക്കെ അവർ പ്രസംഗിച്ചു. അതുപോലെ രോഗികളെ സുഖപ്പെടുത്തി. അവരുടെ കയ്യിൽ തൈലം പൂശി രോഗികളെ സുഖപ്പെടുത്തിയെന്ന് പറയുന്നു. പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിലും ഇതെല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ വരുന്നു. രോഗികളെ തൈലാഭിഷേകം ചെയ്യുന്നു. നമ്മുടെ സഭയിലൊക്കെ ധാരാളമായിട്ടുള്ള കാര്യങ്ങളാണിതെല്ലാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വചനം അനുസരിക്കുന്നുണ്ടോ, വചനം അനുസരിച്ചാണോ നമ്മൾ യാത്ര ചെയ്യുന്നതെന്ന് ധ്യാനിക്കണമെന്നുള്ളത് മാത്രമാണ്. വീണ്ടും പ്രഭാതത്തിലെ ഞായറാഴ്ച പ്രഭാതത്തിലെ സുവിശേഷം വായിക്കുമ്പോൾ 9-ാം അധ്യായം ലൂക്കോസിൻ്റെ സുവിശേഷം 9:1 മുതൽ 11 വാക്യങ്ങളാണ്. അപ്പോൾ അതാ സന്ധ്യയുടെ വായനയുടെ തന്നെ ഒരു ചിന്ത തന്നെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിനകത്ത് എടുത്തു പറയത്തക്കവണ്ണമുള്ളൊരു ധ്യാനമെന്ന് പറയുന്നത്, ഈ ശിഷ്യന്മാരിങ്ങനെ പോയി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു ഇളക്കമുണ്ടായി നാട്ടിലെങ്ങും. അപ്പോൾ ഹെറോദോസ് ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. ഞാൻ തലവെട്ടിക്കളഞ്ഞ സ്നാപയോഹനാനാണോ, എന്താണ് ഈ കേൾക്കുന്നത്, ആരാണ് ഈ ജനക്കൂട്ടത്തിന് ഇങ്ങനെ കൂട്ടുന്നതൊക്കെയുള്ള ആലോചന വന്നു എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ, ഇതിനെയാണ് നമുക്കതിൽ നിന്ന് ചിന്തിക്കാനായിട്ടുള്ളത്. തിന്മ ഭയപ്പെടുന്നു നന്മയെ കാണുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ നന്മ പ്രസംഗിക്കപ്പെടുമ്പോൾ തിന്മ ഭയപ്പെടുന്നു, അവസാനം തിന്മ ഇല്ലാതെയായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തിന്മയെ ഭയപ്പെട്ട് നന്മ ഓടിയൊളിക്കുകയല്ല, തിന്മയെ ഭയപ്പെടാതെ നന്മ പ്രസംഗിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവർ, ആ 2 വായനകളും ഏകദേശം നമുക്ക് ധ്യാനിക്കാനുള്ള ഒരു ചിന്തയാണ്. സുവിശേഷ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി 1-ാമത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. പഴയ നിയമ വായനയിൽ 1-ാമത്തെ വായന ഇങ്ങനെയാണ് പ്രിയമുള്ളവർ. 42-ാമത്തെ അധ്യായത്തിൻ്റെ 18 മുതൽ 25 വാക്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വേദഭാഗമാണത്. കാരണം പൂർവ്വപിതാവായ യോസേപ്പിൻ്റെ അടുത്ത് തൻ്റെ സഹോദരങ്ങൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാനായിട്ട്, ധാന്യങ്ങൾ വാങ്ങുവാനായിട്ട് വരുന്നതും
യൗസേപ്പ് അവരെ തിരിച്ചറിയുന്നു. എന്നാൽ യൗസേപ്പിനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്നതുമായിട്ടുള്ള വലിയ സങ്കടങ്ങൾ വരുത്തുന്നതും എന്നാൽ ഏറെ പ്രിയമുള്ളവരെ ധ്യാനിക്കുവാനുള്ള വചനങ്ങളുമാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ അത് ധ്യാനിച്ചു പോകാം. നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 25 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. സഹോദരങ്ങളിൽ നിന്ന് തിന്മ ലഭിച്ചിട്ടും നന്മ കൊണ്ട് അവർ ജയിച്ചു. ഒന്നാമത്തെ ചിന്ത അതാണ്. സഹോദരങ്ങളിൽ നിന്ന് തിന്മ അവർക്ക് ലഭിച്ചിട്ടും നന്മ കൊണ്ട് അവർ ജയിച്ചു. എങ്കിലും സഹോദരന് ഒരാൾ കൂടെ നിൽക്കട്ടെ, ബാക്കിയുള്ളവർ പോയിട്ട് വരിക, നിങ്ങൾ അപ്പൻ്റെ അടുത്ത് ഉണ്ട് എന്ന് പറയുന്ന സഹോദരൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ, നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ സഹോദരനെ പിടിച്ചു നിർത്തുമ്പോൾ അവർ പറയുന്നതും ഇങ്ങനെയാണ്, നമ്മൾ നമ്മുടെ സഹോദരനോട് ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദനയെന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തിന്മയെ നന്മ കൊണ്ട് ജയിച്ചു എന്നുള്ളത് സത്യമാണെങ്കിൽ തന്നെയും തിന്മ പ്രവർത്തിക്കുന്നവരെ മുഴുവൻ അങ്ങോട്ട് വിശ്വസിച്ചുകൂടാ എന്നൊരു ചിന്തയും അതിനകത്ത് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്മയിലേക്ക് വരുന്ന ആളുകളെയാണ് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കേണ്ടത്. തിന്മയിൽ തുടരുന്നവരെ വിശ്വസിക്കാൻ നമുക്ക് ഉറപ്പില്ല എന്നുള്ള ഒരു ചിന്തയും കൂടി അതിനകത്ത് തരുന്നുണ്ട്. കൂടെ പ്രിയമുള്ളവരെ, നിങ്ങൾ 1 പത്രോസ് 4:12 മുതൽ 16 വരെ വാക്യങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്ലേശങ്ങൾ അനുഭവിച്ചിട്ട് നമ്മൾ നന്മ ചെയ്തിട്ട് പീഡ അനുഭവിക്കുന്നുവെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് ആ ഭാഗം പറയുന്നുണ്ട്. അപ്പോൾ യൗസേപ്പ് പൂർവ്വപിതാവായ യൗസേപ്പ് ഒത്തിരി നന്മ പ്രവർത്തിച്ചിട്ടും നന്മ ആഗ്രഹിച്ചിട്ടും ഒത്തിരി തിന്മ അനുഭവിക്കേണ്ടി വന്നു. അതിൽ അദ്ദേഹത്തിന് സന്തോഷമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞിരുന്നു ഇങ്ങനെയാണ്, ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിച്ചത്, നിങ്ങൾ സങ്കടപ്പെടേണ്ട എന്ന് സഹോദരങ്ങളോട് പറയുന്നുണ്ട്. പിന്നെ പഴയ നിയമത്തിൽ 2ാമത്തെ വായനയാണ് ജെറമ്യാ പ്രവചനം അല്ലെങ്കിൽ യിരെമ്യാ പ്രവചനം 35-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെ വാക്യങ്ങൾ. അത്തരം ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. റെക്കാബിൻ്റെ പുത്രനായ യോനാദാബ് നൽകിയ കൽപ്പനകൾ മക്കൾ അതേപടി അനുസരിച്ച് റെക്കാബിയ സമൂഹം ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായി തീർന്നു എന്നാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കാണുന്നത് ഈ യോനാദാബിൻ്റെ അടുത്ത് യിരെമ്യാ പ്രവാചകൻ ചെന്നിട്ട് ദൈവകൽപ്പന പ്രകാരം അവരുടെ സമൂഹത്തിൽ അവരുടെ വീഞ്ഞു കുടിക്കാൻ പറയുന്നു, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പറയുന്നു, അതെല്ലാം കുടങ്ങളിൽ ഒഴിച്ചു വെക്കുന്നു. അപ്പോൾ അവർ പറയുന്ന ഇത് പ്രവാചകനോട് പറയുന്നതാണ്, ഞങ്ങൾ തൊടില്ല, ഞങ്ങളുടെ പിതാവ് യോനാദാബ് പറഞ്ഞിട്ടുണ്ട് ഈ വക സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്, ഞങ്ങൾ അവൻ്റെ കൽപ്പന പാലിക്കുന്നു, ഞങ്ങൾ പരദേശികളാണ്, തീർത്ഥാടകരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വീട് പോലും ഇല്ല എന്നും കൂടാരമടിച്ചാണ് ഞങ്ങൾ താമസിക്കുന്നതൊക്കെ പറയുന്നു. അപ്പോൾ അവരുടെ മുമ്പിൽ ഇത്രമാത്രം പ്രലോഭനമുണ്ടാകുന്ന ഈ വീഞ്ഞെല്ലാം ഒഴിച്ച് പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടും അവരത് കഴിക്കാതിരുന്നപ്പോൾ ഈ ദൈവം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രവാചകനോട് പിന്നെ പറയുന്നത്, ഒരപ്പൻ മക്കളോട് അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അവർ അതുപടി അനുസരിക്കുകയും ചെയ്യാതിരിക്കുകയും ചെയ്തുവെങ്കിൽ ഞാൻ എൻ്റെ മക്കളായ ഇസ്രായേലിനോട് എത്ര വട്ടം പാപം ചെയ്യരുത്, അരുതേ എന്ന് പറഞ്ഞു, എന്നിട്ടോ അവരനുസരിച്ചില്ല. ഞാൻ നിരന്തരം ആജ്ഞാപിച്ചിട്ടും നിങ്ങളെന്നെ അനുസരിക്കുന്നില്ല എന്ന് ഇസ്രായേൽക്കാരോട് പറയും. ഇപ്പോൾ റെക്കാബിയ സമൂഹം ആ സമൂഹത്തിൻ്റെ നാഥനായിരിക്കുന്ന യോനാദാബ് കൽപ്പിച്ചപ്പോൾ യോനാദാബ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് നടന്നു. അത് മറ്റുമുള്ളവർക്ക് മാതൃകയാകത്തക്കവണ്ണം ദൈവം തന്നെ അവരെ പരിശോധിക്കാൻ അയച്ചിട്ടും പരിശോധന നടത്തിയിട്ടും അവർ അതിൽ നിന്ന് തോറ്റില്ല. അപ്പോൾ മറ്റ് ഇസ്രായേൽക്കാർക്കെല്ലാം മാതൃകയാകുന്ന ഒരു സമൂഹമായി മാറി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന എല്ലാവരും അവരവരുടെ ഇടവകയിലും അവരവരുടെ ചുറ്റുപാടും മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന വ്യക്തിത്വങ്ങളും സമൂഹമായി തീരുവാൻ ഈ വചന ശുശ്രൂഷ നമ്മളെ ഈ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, വീണ്ടും വായിക്കും നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ദാനിയേലിൻ്റെ 3-ാം അധ്യായം 21 മുതൽ 23 വരെ വാക്യങ്ങൾ. 3 പൈതങ്ങളുടെ വിശ്വാസ തീഷ്ണതയാണ് അവിടെ കാണുന്നത്.
പൈതങ്ങളെന്ന് പറയാൻ പറ്റില്ല, യുവാക്കളാണ്. അവർ എന്താ പറയുന്നത്, ബാബേലിലെ പല പ്രവിശ്യകളിലെയും ഭരണാധികാരികളുമാണ്. നെബൂഖദ്നേസർ രാജാവാണ് അവരെ അവിടെ ആക്കി വച്ചിരിക്കുന്നത്. എന്നാൽ പെട്ടെന്നൊരു സംഭവം ഉണ്ടായി. എന്താണ്, 60 മുഴം ഉയരവും 6 മുഴം വണ്ണമുള്ള ഒരു സ്വർണ്ണ വിഗ്രഹത്തെ ഉയർത്തിയിട്ട് നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞു, ഇനിയുള്ള എല്ലാവരും ഈ ബിംബത്തെ ആരാധിച്ചുകൊള്ളണമെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഷദ്രാക്ക്, മേഷാക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന ഈ 3 ആളുകൾ, അവരുടെ മുൻപുള്ള പേര് നമുക്കറിയാം, ഹനനിയ, മിഷായേൽ, അസറിയ, ഇതാണ് അവരുടെ പേര്. ഈ നെബൂഖദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ടുവന്നപ്പോൾ മാറ്റിയിട്ട പേരാണ് അവർക്ക്. അപ്പോൾ അവർ ഈ പ്രതിമയെ ആരാധിക്കുന്നില്ല എന്ന് അവരെക്കുറിച്ചൊരു സംസാരം രാജകൊട്ടാരത്തിലെത്തി. അപ്പോൾ രാജകൊട്ടാരത്തിൻ്റെ നിയമം രാജാവ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പ്രതിമയെ ആരാധിക്കാത്തവരെ ജ്വലിക്കുന്ന തീച്ചൂളയിലിട്ട് കളയുമെന്നാണ്. അപ്പോൾ ഇങ്ങനെ ആ സമൂഹത്തിലെ ചില ആളുകൾ ചെന്നിട്ട് രാജാവിനോട് അർത്ഥിച്ചു, അങ്ങ് വലിയവരാക്കി വച്ചിരിക്കുന്ന ഈ 3 ആളുകൾ അങ്ങേ ആരാധിക്കുന്നില്ല, അങ്ങ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നെബൂഖദ്നേസർ രാജാവിൻ്റെ കോപം ജ്വലിച്ചു എന്നാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്, ഈ 3 പേരെയും തീക്കുണ്ടത്തിൽ എരിയുന്ന ചൂളയിലേക്ക് ഇട്ടു. ഇടുന്നതിന് മുമ്പ് നെബൂഖദ്നേസർ രാജാവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ബിംബത്തെ ആരാധിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ ദൈവം ഈ തീച്ചുളയിൽ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവമാണ്, അവൻ മതിയായവനാണ്. ഇനി മറിച്ച് അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിലും ഞങ്ങൾ നിൻ്റെ സ്വർണ്ണബിംബത്തെയോ നിൻ്റെ ദേവന്മാരെയോ ആരാധിക്കുകയില്ല. ഇതാണൊരു ദൈവ പൈതലിൻ്റെ തീരുമാനം. ദൈവം എന്നെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിനെതിരായി ഞാനൊന്നും ചെയ്യില്ല, ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല. പലപ്പോഴും നമ്മൾ പറയുന്നത് ദൈവം രക്ഷിക്കുമോ ഇല്ലയോ എന്ന് നോക്കട്ടെ എന്നാണ്. യേശുക്രിസ്തുവിനോട് സാത്താൻ പറഞ്ഞത് എങ്ങനെയാണ്, നിന്നെ ദൈവം രക്ഷിക്കുമോ ഇല്ലയോ എന്ന് നോക്കുക, നീ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക. അപ്പോൾ രക്ഷിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു പരിശോധനയോ ഒരു പരീക്ഷണമോ അല്ല ഈ 3 പേര് നടത്തിയത്. രക്ഷിച്ചില്ലെങ്കിലും, രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ്, ഇനി അഥവാ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ നിൻ്റെ പ്രതിമയെ വണങ്ങുകയില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ തീച്ചൂള ഇരട്ടിയായി ജ്വലിപ്പിച്ചു. ടാറും കീലും എന്ന് വേണ്ട ഒത്തിരി വിറകും എല്ലാം ഇട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ ബൈബിൾ പറയുന്നത് എങ്ങനെയാണ്, ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നത്, ഈ തീജ്വാലയുടെ അടിയിൽ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് താഴത്തേക്ക് ജലഗണങ്ങൾ രൂപപ്പെട്ടുവെന്നും ആ കൂടെ ദൈവദൂതൻ ഇറങ്ങി വന്ന് അവരുടെ കൂടെ എന്താ പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നും, ഈ ചൂളയിലേക്ക് കൊണ്ടുവന്ന് ഇട്ട ആളുകൾ, ഇവരെ ഇടാൻ കൊണ്ടുവന്ന ആളുകൾ കൊണ്ടുവന്നപ്പോൾ തന്നെ വെന്ത് മരിച്ചു പോയെന്നും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്ത് പ്രതിസന്ധി വന്നാലും ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയില്ല എന്നുള്ള തീരുമാനമാണ് പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ നമ്മൾ അപ്പോസ്തല പ്രവർത്തനം ലേഖനത്തിൽ നിന്ന് വായിക്കുമ്പോൾ 13-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 29 വരെ വാക്യങ്ങളാണ് വായിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, ഇസ്രായേലിനെ നടത്തിയ മുൻചരിത്രങ്ങളാണ് പറഞ്ഞതെന്ന് അവിടെ നിയമങ്ങളും പ്രവാചകങ്ങളൊക്കെ വായിച്ച് പൗലോസ്ലീഹ കേൾപ്പിച്ചു. എന്നിട്ട് പറയുന്നത് എങ്ങനെയാണ്, ദൈവം ഇത്രയൊക്കെ ഈ വിധത്തിലൊക്കെ അവരെ നടത്തിയെങ്കിലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും അവർ ദൈവപുത്രനെ അവർ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. കാരണം ദൈവത്തിനു വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച ആളുകളൊക്കെ അവരുടെ മുൻ തലമുറകളിൽ ഉള്ളപ്പോൾ തന്നെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ അവർ സ്വീകരിച്ചില്ല, അംഗീകരിച്ചില്ല, കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. പ്രിയമുള്ളവർ, അതുകൊണ്ട് നമുക്ക് മുൻകാലങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനും വിശ്വസിക്കാനും പറ്റും. പക്ഷേ ഇന്ന് പ്രസൻറ്റ് കാലഘട്ടത്തിൽ നടക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ, നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുമ്പോൾ നമുക്കത് അംഗീകരിക്കാനും അത് അനുസരിച്ച് പ്രവർത്തിക്കാനും കടപ്പാടും ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഈ വചനത്തിലൂടെ നമ്മൾ ഓർപ്പിക്കുകയാണ്. ലേഖനങ്ങൾ 2-ാമത്തെ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനമാണ്. 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 16 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാനിങ്ങനെ സ്പീഡിൽ പോകണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും ഭാഗങ്ങൾ വായിക്കുമ്പോൾ സാധാരണ സമയം ധാരാളം വേണം. എന്നാലിതൊരു ചെറിയ ലഘു ശുശ്രൂഷയായിട്ട് കരുതുന്നത് കൊണ്ട് സമയം വളരെ കുറച്ചിരിക്കുകയാണ്. എന്നാലും സാധാരണ സമയത്തിൻ്റെക്കാൾ കൂടുതൽ സമയമുണ്ട്
എന്നുള്ളതും നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പൗലോസിലെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 16 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒന്നാമത്തെ ചിന്തയിൽ പറയുന്നത് നമുക്ക് നല്ല അവസരം ലഭിച്ചിരിക്കുന്നതുകൊണ്ട് സകലർക്കും നന്മ ചെയ്യാമെന്ന്. ഇതുപോലൊരു നല്ല അവസരം നമുക്കിനി കിട്ടാനില്ല എന്നുള്ള ഒരു വിചാരം നമ്മുടെ ഉള്ളിൽ വരണം. അതുകൊണ്ട് സകലർക്കും നന്മ ചെയ്യാം. മറ്റൊന്ന്, രണ്ടാമത്തെ ചിന്തയാണ് ക്രിസ്തുവിൻ്റെ കുരിശിനെ പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നവരുടെ വിശ്വാസത്തോട് ഐക്യപ്പെടരുത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് നമുക്കറിയാം, യഹൂദന്മാരെ ഭയന്നിട്ട് അന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ള പലരും വീണ്ടും പരിച്ഛേദന ഏറ്റു. അപ്പോൾ പൗലോസിൽ അതേക്കുറിച്ച് വാഗ്വാദത്തിലേർപ്പെട്ടു, പരിച്ഛേദന വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്രിസ്ത്യാനികളായിട്ടുള്ളവരോട് പൗലോസിലെ പറയാണ്, അവർ കുരിശിനെ പ്രതി പെടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ പൗലോസിലെ പറയുന്നു, പരിച്ഛേദനമോ അപരിച്ഛേദനമോ അല്ല കാര്യമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത്, മറ്റുള്ളവരെ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരുടെ വിശ്വാസത്തെ നമുക്ക് പിന്തുടരേണ്ട ആവശ്യമില്ല. നമുക്ക് ദൈവം സഭയിൽ നൽകിയിരിക്കുന്ന, ക്രിസ്തു വഴി നൽകിയിരിക്കുന്ന ആ വിശ്വാസവും അതിൻ്റെ അനുസരണവും അതിൻ്റെ സ്നേഹവും അതിൻ്റെ കരുണയും അതിൻ്റെ കരുതലൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പൗലോസ്ലിയുടെ വാക്ക് നമുക്കെടുക്കാം, നമ്മുടെ കർത്താവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ ഇടയാകാതിരിക്കട്ടെ എന്ന്. വേറെ ലോകത്ത് എന്തെല്ലാം നേട്ടങ്ങളുണ്ടായാലും എന്തെല്ലാം അവസരങ്ങളുണ്ടായാലും ഈ കുരിശിലല്ലാതെ ഒരു മേന്മ ഭാവിക്കാൻ ഇടയാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവർ, ആ ഭാഗം നമുക്ക് വിടാം. ഇനി പ്രധാനമായിട്ടുള്ളത് നമ്മുടെ എവൻഗേലിയോനാണ്. എവൻഗേലിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 46 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒന്നാമത് അവിടെ പറയുന്നത്, യേശു ജീവൻ്റെ അപ്പമാണ്, അവൻ്റെ അടുക്കൽ വിശ്വാസത്തോടെ വരുന്നവന് വിശക്കുകയില്ല, ദാഹിക്കുകയില്ലെന്ന്. ഈ ശരീരത്തിനാവശ്യമായ അപ്പത്തിനും ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി ദാഹിക്കില്ല എന്നല്ല, സമാധാനവും സ്വസ്ഥതയും ശാന്തിയും അനുഭവിക്കാൻ സാധിക്കും. അതിനുവേണ്ടി അലയുകയില്ല എന്നാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. വിശ്വസിക്കാത്തവരോട് പറഞ്ഞത് എങ്ങനെയാണ്, പിതാവ് അയച്ചെങ്കിൽ മാത്രമേ പുത്രൻ്റെ അടുക്കൽ, യേശുവിൻ്റെ അടുക്കൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ദൈവം അയച്ചെങ്കിൽ മാത്രമേ. അവർ വിശ്വസിക്കാതെ യേശുവിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം പറഞ്ഞു, ഭയപ്പെടാനില്ല, അല്ലെങ്കിൽ ആകുലപ്പെടാനില്ല, ആശങ്കപ്പെടാനില്ല. കാരണം എന്താ, ദൈവം നിങ്ങളെ ആകർഷിച്ചിട്ടില്ല, ദൈവം എൻ്റെ അടുത്തേക്ക് വന്ന് കേൾക്കണമെന്ന് നിങ്ങളെ അയച്ചിട്ടില്ല എന്നുള്ള ചിന്ത. പിന്നെ അടുത്ത ചിന്ത എന്ന് പറഞ്ഞാൽ, പിതാവ് അങ്ങനെ അയക്കുന്ന ആരെയും ഒരു നാളും യേശു തള്ളിക്കളയുകയില്ല എന്നാണ് വചനം. പിതാവ് അങ്ങനെ ആരെയൊക്കെ യേശുവിൻ്റെ അടുക്കൽ ഏൽപ്പിച്ചുവോ അവരെയൊന്നും ഒരിക്കലും തള്ളിക്കളയില്ല. കാരണം അയച്ചവൻ്റെ ഇഷ്ടമാണ് നിറവേറ്റേണ്ടത്, സ്വന്തം ഇഷ്ടമല്ല എന്ന് യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്കും അത് അറിയാവുന്ന ഒരു കാര്യമാണ്. ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് അയച്ചു. ആ അയച്ചവൻ്റെ ഇഷ്ടമാണ് നമ്മൾ നിറവേറ്റേണ്ടത് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് വേണ്ടതാണ്. അങ്ങനെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരെ അന്ത്യദിനത്തിൽ ആരെയും നഷ്ടപ്പെടുത്താതെ ഉയർപ്പിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം. ഇപ്പോൾ യേശുക്രിസ്തുവിനെ കണ്ട് അവനെ വിശ്വസിച്ച് അവനിലൂടെ ദൈവത്തെ ആരാധിക്കുന്ന, പുത്രനെ അനുസരിച്ച് ആരാധിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകണമെന്നുള്ളതാണ് പിതാവിൻ്റെ ഇഷ്ടം. ഉയർപ്പുണ്ടായി എന്നുള്ളത് കൊണ്ട് നിത്യജീവന് കാരണമാകുന്നില്ല. ഉയർപ്പ് കഴിഞ്ഞാൽ 2 കൂട്ടരെ 2 വശത്തായിട്ട് നിർത്തും. പാപം ചെയ്തവരെ ഒരു വശത്തും നന്മ ചെയ്തവരെ മറ്റൊരു വശത്തും നിർത്തുമെന്ന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 31 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ മാനുഷികമായിട്ട് ചിന്തിച്ചുകൊണ്ട് യേശുവിൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇവൻ മറിയത്തിൻ്റെ മകനല്ലേ, ഇവൻ്റെ സഹോദരങ്ങൾ നമ്മുടെ കൂടെയില്ലേ, ഇവൻ്റെ സഹോദരിമാർ നമ്മുടെ കൂടെയില്ലേ, ഇവൻ ദൈവമാണെന്നൊക്കെ പറയണത് എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരാകെ അസ്വസ്ഥരാകുകയാണ്. അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ അസ്വസ്ഥരായതുകൊണ്ട് കാര്യമില്ല, സമാധാനത്തോടു കൂടി അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. മറ്റവർക്കത് കഴിഞ്ഞില്ല. അവർ യേശുവിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് ചർച്ച. അതുകൊണ്ട് പ്രിയമുള്ളവർ, യേശു ആരാണ്, യേശു എന്താണ്, യേശു എവിടെയാണ് എന്നുള്ള കാര്യങ്ങളിലെക്കുറിച്ചുള്ള ചർച്ചകളും വാദങ്ങളും അല്ല വേണ്ടത്. യേശു ഏകരക്ഷകൻ, യേശു ലോകരക്ഷകൻ, യേശുവിനെ ഞാൻ പിന്തുടരും, യേശുവിലൂടെ ഞാൻ മാമോദീസായിലൂടെ പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നുള്ള ആ ചിന്തയാണ് നമുക്ക് വേണ്ടത്.
അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാമെങ്കിലും നമ്മൾ പ്രിയമുള്ളവരെ എല്ലാ നാളും യേശുക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് പിതാവാം ദൈവത്താൽ ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. മാറി മാറിപ്പോകാതെ, തെന്നി പോകാതെ എപ്പോഴും യേശുക്രിസ്തുവിനുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെയുള്ള ധ്യാനത്തിലൂടെ മുന്നേറുവാൻ കഴിയുള്ളൂ. അങ്ങനെ ദൈവത്താൽ ആകർഷിക്കപ്പെട്ട് ആര് വന്നാലും അവർക്കുള്ള പ്രത്യേക ഗുണമാണ് അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. അവരെല്ലാം ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. അതൊരു പ്രധാനപ്പെട്ട ധ്യാനമാണ്, ദൈവത്താൽ പഠിപ്പിക്കുന്നവരാകുക എന്ന് പറഞ്ഞാൽ ദൈവം ആകർഷിച്ചിട്ട് രക്ഷയുടെ അടയാളമായ യേശുക്രിസ്തുവിലേക്ക് വരുന്നു, കുരിശിലേക്ക് വരുന്നു. അപ്പോൾ തന്നെ അങ്ങനെ സഹനത്തിലൂടെയും പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും നന്മ ചെയ്തു പോകുന്നവർക്ക് കുരിശ് രക്ഷയുടെ ചിഹ്നമാകുന്നു. ഒപ്പം തന്നെ അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരായി മാറുന്നു. വേറെ ആരും അവരെ പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ദൈവത്താൽ ആകർഷിച്ച് ദൈവം തന്നെ പഠിപ്പിക്കുന്നവരായി മാറുന്ന, ദൈവം തന്നെ ആയ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നവരായി മാറുന്ന ശിഷ്യസമൂഹമായി തീരുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നമുക്കൊരുങ്ങി വിശ്വാസത്തോടെ ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ പ്രിയമുള്ളവർ ഇന്ന് സന്ധ്യ മുതൽ പ്രാർത്ഥനയോടെ വേദപുസ്തക വായനയോടെ ഒരുങ്ങിയിരിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഈ മാരാനാഥ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസവും ഒന്നാമത്തെ ബുധനാഴ്ച നടക്കുന്ന താമസിച്ചുള്ള ധ്യാനമുണ്ട്. ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് തുടങ്ങി ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് തീരത്തക്ക രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ധ്യാനത്തിലേക്കും ഇവിടെ നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനകളിലേക്കൊക്കെ നിങ്ങൾ കടന്നു വരാൻ പറ്റുന്നവർ വരിക. നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രാർത്ഥനാ സഹായങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഇവിടെ ആ വിഷയങ്ങൾ കുറിച്ച് വെക്കുകയും രഹസ്യമായിരിക്കേണ്ട പ്രാർത്ഥന വിഷയങ്ങളൊക്കെ രഹസ്യമായി തന്നെ സൂക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. ശുശ്രൂഷയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക, ആവശ്യമായ സപ്പോർട്ടുകൾ ചെയ്യുക, മറ്റുള്ളവരെ ഈ ശുശ്രൂഷ അറിയിക്കുക. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.